കൊല്ലം ചവറ പാലത്തിൻ്റെ വർക്കിന് ഇപ്പോൾ ഒരു ചെറിയ പുരോഗതി വന്നിട്ടുണ്ട്. കുറേ നാളായിട്ട് ഇവിടെ വർക്കൊന്നുമില്ലാതെ പെൻഡിങ് കിടന്ന ഒരു സ്ഥലമായിരുന്നത്. കൊല്ലത്ത് ധാരാളം പാലങ്ങളുടെ വർക്കുകൾ ഉണ്ടായിരുന്നെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വർക്കാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. കൊല്ലത്തെ മറ്റ് പാലങ്ങളിലൊക്കെ കോൺക്രീറ്റിൻ്റെ ബീമാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇവിടെ സ്റ്റീൽ ഗേഡറാണ് ഈ രണ്ട് പില്ലറുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ദേശീയ ജലപാതയ്ക്ക് കുറുകെയുള്ള ഒരു പാലമാണ് ഈ ചവറ പാലം. അപ്പോൾ അതിന് മുകളിൽ നല്ല കാര്യമായിട്ടുള്ള വീതിയുണ്ട്. വലിയ ലെങ്തിലുള്ള ബീമാണ് ഇപ്പോൾ കയറ്റുന്നത്. ഏകദേശം ഒരു 5 ബീമാണ് ഇപ്പോൾ വർക്ക് തീർന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ പാലത്തിൻ്റെ മുകളിൽ കയറ്റാനായിട്ട്. ഇവിടെ ഇപ്പോൾ നടക്കുന്ന ഒരു സൈഡിലുള്ള 3 വരി പാതയുടെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ 3 വരി പാതയുടെ പണി ഇതുവരെ തുടങ്ങിയിട്ടില്ല. അപ്പം മിക്കവാറും ഇത് കംപ്ലീറ്റ് ചെയ്ത് ഇത് ഗതാഗത യോഗ്യമാക്കിയതിന് ശേഷം മാത്രമേ തുടങ്ങാൻ സാധ്യതയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം, പഴയ പാലം സർവീസ് റോഡായിട്ട് നിലനിർത്തുമോ എന്നുള്ളത് അറിയത്തില്ല. പക്ഷേ അതിനുള്ള കണക്ടിവിറ്റി ആയിട്ടുള്ള അണ്ടർ പാസേജുകളൊന്നും ഇവിടെ കാണുന്നില്ല. ശക്തികുളങ്ങരയിലൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അതേപോലെ ഈ നടുക്കൂടെ പാലം പോയപ്പോഴത്തേക്ക് 2 കണക്ടിവിറ്റി സർവീസ് റോഡിലേക്ക് കയറാനുണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെ കാണുന്നില്ല. അങ്ങനെയെങ്കിൽ കല്ലന്താഴത്തെ പോലെ ഇവിടെയും സർവീസ് റോഡ് ഇല്ലാത്തൊരവസ്ഥ വരും. അങ്ങനെയാണെങ്കിൽ ചവറ ടൗണിലൊക്കെ കയറുന്നതിന് വേണ്ടി കറങ്ങിപ്പോകേണ്ട ഒരവസ്ഥ ഇവിടെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ പഴയ പാലം പൊളിക്കാതെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷേ പൊളിച്ചാണ് പണിയുന്നതെന്നുണ്ടെങ്കിൽ സർവീസ് റോഡ് ഇല്ലാത്ത ഒരു അവസ്ഥ ഇവിടെ ചവറ ടൗണിലും വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ശക്തികുളങ്ങര പാലത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിലെ പാലത്തിൻ്റെ കംപ്ലീറ്റ് വർക്കുകളും കഴിഞ്ഞു. ഇനി അപ്രോച്ച് റോഡുമായി കണക്ട് ചെയ്യുന്ന വർക്ക് മാത്രമേ ബാക്കിയുള്ളൂ. കംപ്ലീറ്റ് കോൺക്രീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് കിടക്കണം. പക്ഷേ ഒരു സൈഡിലുള്ള പാലത്തിൻ്റെ കോൺക്രീറ്റിംഗ് ഗേഡർ എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇനി അതിൻ്റെ ടോപ്പ് പോർഷനുള്ള കോൺക്രീറ്റിംഗ് വർക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതും കുറച്ചുകൂടെ സമയം എടുത്ത് വർക്ക് ചെയ്യേണ്ട വർക്കുകളാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് അപ്രോച്ച് റോഡുമായിട്ട് കണക്ട് ചെയ്യുന്നുള്ളൂ. അപ്പം ഇവിടെയൊക്കെ വർക്ക് ഒരുപാട് പെൻഡിങ് കിടക്കുകയാണ്. ഇവിടെ 6 വരിപ്പാതയുടെ 2 പുതിയ പാലങ്ങളും പഴയ റോഡിൻ്റെ 2 സൈഡിലായിട്ടാണ് കടന്നു പോകുന്നത്. അപ്പം നടുക്കൂടെ ഉള്ള പഴയ റോഡ് സർവീസ് റോഡായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പുതിയ 2 പാലങ്ങൾ, ഒരു സൈഡിൽ 3 വരി, പാലത്തിൻ്റെ മറു സൈഡിൽ 3 വരി, അങ്ങനെ 6 വരിപ്പാത ഈ പഴയ പാലത്തിൻ്റെ 2 സൈഡിലൂടെയാണ് കടന്നു പോകുന്നത്. ഏതായാലും ഈ റീച്ചിലുള്ള വർക്കുകൾ 26 ലാസ്റ്റോടുകൂടി തീരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാര്യം കുറച്ചുകൂടെ സ്പീഡായിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം തന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്.